ഹലോ 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 നമസ്കാരം. നമുക്ക് ഈ ബഡ്ജറ്റിൻ്റെ രണ്ടാമത്തെ ഭാഗം നോക്കിയാലോ. അപ്പോൾ ഈ ബഡ്ജറ്റിൻ്റെ രണ്ടാമത്തെ ഭാഗം നോക്കുമ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ട ഇവിടെ പേരടിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. അതായത് ചെക്ക് ലിസ്റ്റിനകത്ത് ഏതാണോ പഞ്ചായത്ത്, ആ പഞ്ചായത്തിൻ്റെ പേര് അടിച്ചു കൊടുക്കുക. അത് മലയാളത്തിലും ഇംഗ്ലീഷിലും അടിച്ചു കൊടുക്കണം. മലയാളത്തിലും ഇംഗ്ലീഷിലും അടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് മലയാളം എടുക്കുക, പീരുമേടിൻ്റെ നമുക്ക് ചെയ്ത് നോക്കാം. ഇത് ഇംഗ്ലീഷാക്കാം. പീരുമേട് ഗോ. അപ്പോൾ ഇതുണ്ട് ഇവിടെ ഈ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന പച്ച ഷീറ്റ് ഇതാണ്. പച്ച ഷീറ്റ് എന്ന് പറയുന്നത് ഇതാണ്. ഇത് ചെക്ക് ലിസ്റ്റ്. ഇരുപത് എന്നിട്ട് നമ്മളിത് പോയി കഴിയുമ്പോഴത്തേനും ഇവിടെ ക്ലിയർ ഡേറ്റ് എന്നൊരു ഭാഗമുണ്ട്. ഇതാണ് പച്ച ഷീറ്റ്. ഈ പച്ച ഷീറ്റിനകത്ത് നമ്മളിത് അയൽ ജെയിംസ് എന്നുള്ള ഡേറ്റ കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്യണം. അപ്പോൾ അയൽ ജെയിംസിൻ്റെ ഇതൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ പേസ്റ്റ് ചെയ്യുന്നില്ല. ഇത് ക്ലിയർ ഡേറ്റ് കൊടുക്കുക. ഇവിടെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ, ഇവിടെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ, ഇവിടെ ട്രയൽ ബാലൻസ്, ഇവിടെ ബഡ്ജറ്റ്. ഈ ബഡ്ജറ്റ് എങ്ങനെയാണ് കോപ്പി ചെയ്തെന്ന് നോക്കാം. ബഡ്ജറ്റ് കഴിഞ്ഞ വർഷത്തെ ബഡ്ജറ്റ് എടുക്കുക. ഈ ബഡ്ജറ്റ് എടുത്തിട്ട് ഇതുണ്ട്, ഇതെല്ലാം ഇവിടെ ഈ റൗണ്ടിലെല്ലാം വന്നിട്ടുണ്ടെന്ന് ഉറപ്പാക്കുക. ഉറപ്പാക്കിയതിന് ശേഷം ഒക്കെ അടിക്കുക. കഴിഞ്ഞ് ഇവിടുന്ന് കോപ്പി വെച്ചിട്ട് കോപ്പി ചെയ്തതിന് ശേഷം നമ്മളിത് 12.1 വരിക. എന്നിട്ട് ഈ ബഡ്ജറ്റ് ഇവിടെ കൊണ്ടുപോകുക. കൊണ്ടുവച്ചിട്ട് ഈ കോളത്തെ കൊണ്ടുവച്ചിട്ട് പേസ്റ്റ് സ്പെഷ്യൽ അടിക്കുക. ഓക്കെ. അപ്പോൾ ഈ പേസ്റ്റ് സ്പെഷ്യൽ അടിച്ച് കഴിയുമ്പോഴത്തേനും ഈ റിവേഴ്സ്ഡ് ബഡ്ജറ്റ് ഇതുണ്ടോ, റിവേഴ്സ്ഡ് ബഡ്ജറ്റിനകത്ത് ഈ എമൗണ്ട് എല്ലാം കയറി വരും. അപ്പോൾ ഈ റിവേഴ്സ്ഡ് ബഡ്ജറ്റിനകത്ത് ഈ എമൗണ്ട് കയറി വരുമ്പോൾ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ നമ്മളിവിടെ കൊടുത്തേക്കുന്ന ബഡ്ജറ്റ് ഇത് കറക്റ്റാണ് എന്ന് ആദ്യം ഉറപ്പാക്കണം. അതിന് ഉറപ്പാക്കാൻ വേണ്ടിയിട്ട് നമ്മളിത് താഴെ പോയിട്ട് ലാസ്റ്റ് ഇതുണ്ടോ, ഈ എമൗണ്ട് കഴിഞ്ഞ വർഷത്തെ ബഡ്ജറ്റ് തന്നെ അല്ലേ വന്നത് എന്ന് ഉറപ്പാക്കുക. അല്ലെ സമ്മറി എടുത്ത് നോക്കിയാൽ മതി. സമ്മറി എടുത്ത് നോക്കിയിട്ട് ഇതിൻ്റെ ഈ ബഡ്ജറ്റിൻ്റെ എല്ലാ തുകകളും കറക്റ്റ് അല്ലേ വന്നേക്കുന്നത് എടുത്ത് നോക്കിയാൽ മതി. കണ്ടോ, ഈ എമൗണ്ട്, ഈ കോളത്തിലെ എമൗണ്ടും ഇത് പഴയ ബഡ്ജറ്റാണ്. അപ്പോൾ ഇത് കറക്റ്റായിട്ടാണ് വന്നത് അല്ലേ. അപ്പോൾ ഒരേ എമൗണ്ട് തന്നെയാണ് വന്നത്. അപ്പോൾ ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഈ റിവൈസ്ഡ് ബഡ്ജറ്റിനകത്ത് നമുക്ക് ബഡ്ജറ്റിനകത്ത് നമുക്ക്
റിവൈസ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കറിയാം ഈ വർഷത്തെ AFS, അതായത് ഈ സാമ്പത്തിക വർഷത്തെ AFS എടുത്തിട്ട് പ്രോപ്പർട്ടി ടാക്സ് എത്ര കിട്ടി അല്ലെങ്കിൽ എത്ര കിട്ടും എന്ന് മനസ്സിലാക്കിയിട്ട് ഇത് ഓരോ കോളത്തിന് ഒന്നെങ്കിൽ കൂട്ടണം അല്ലെങ്കിൽ കുറയ്ക്കണം. അപ്പോൾ കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ വെറുതെ ചുമ്മാ അടിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഇതുണ്ട് ഇവിടെ കൂടി. ഇനി അത് കുറയ്ക്കാനാണെങ്കിൽ ഇത് മൈനസ് ഇട്ടിട്ട് അപ്പോൾ എത്ര രൂപയാണോ കുറയ്ക്കുന്നത് ആ കുറയ്ക്കുന്ന എമൗണ്ട് മാത്രം കൊടുക്കുക. അപ്പോൾ അന്നേരം ഇവിടെ കുറഞ്ഞോളൂ. അപ്പോൾ ബ്രാക്കറ്റിൽ വരും, ഇവിടെ കുറഞ്ഞോളൂ. ഇതെല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് ഈ സമ്മറിക്കകത്ത് അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കും. നമ്മളിത് കുറയ്ക്കുന്നതല്ല, റിവൈസ്ഡ് എസ്റ്റിമേറ്റ് ഇത് കുറയ്ക്കുന്നതും കൂട്ടുന്നതല്ല ഇതിനകത്ത് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ അങ്ങനെ ഓരോന്ന് ഈ ടോട്ടലിനകത്താണ് വ്യത്യാസം വരുള്ളൂ. സമ്മറിക്കകത്ത് ഈ ടോട്ടൽ മാത്രമേ കാണുള്ളൂ കേട്ടോ. അപ്പോൾ ഇതിനകത്ത് വന്നുകൊണ്ടിരിക്കുക ഓരോന്നിൻ്റെ. അപ്പോൾ ഇത് ഓരോന്നിൻ്റെ നിങ്ങൾ എന്ത് ചെയ്യണം, എല്ലാം കൊടുക്കണം. ഈ വർഷത്തെ ഇതെടുത്തിട്ട്, ഈ വർഷത്തെ AFS എടുത്തിട്ട്, വർഷത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജനുവരി ഉള്ളതോ അല്ലെങ്കിൽ ഇപ്പോൾ വരെയുള്ള എല്ലാം അപ്ഡേറ്റ് ആയിരിക്കണം. അപ്പോൾ നമ്മൾ ആദ്യം ILMSലെ എല്ലാ എൻട്രിയും വരുത്തണം. ഡിമാൻഡ് എൻട്രികൾ, അക്രൂവൽ എൻട്രികൾ. ഡിമാൻഡ് എൻട്രി എന്ന് പറഞ്ഞാൽ അക്രൂവൽ എൻട്രികൾ നിങ്ങൾക്കറിയാം. അതുപോലെ തന്നെ അഡ്വാൻസിനെ കറണ്ട് ആക്കണം, കറണ്ടിനെ അരിയർ ആകണം. അങ്ങനെയുള്ള ജേണൽ എൻട്രി എല്ലാം ചെയ്ത് പിന്നെ B4ലെ എല്ലാ എൻട്രികളും ചെയ്തതിന് ശേഷം മാത്രമേ ചെയ്യാനായിട്ട് തുടങ്ങാവുള്ളൂ. അപ്പോൾ അങ്ങനെ ചെയ്താൽ മാത്രമാണ് നമുക്ക് കറക്റ്റ് ആക്യുറേറ്റ് ആയിട്ടുള്ളൊരു എമൗണ്ട് നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ഈ കഴിഞ്ഞ ദിവസം നമ്മളിത് മൊത്തം ഓരോന്ന് നമ്മളിത് കണ്ടിരുന്നു അല്ലേ. അപ്പോൾ ഈ ബഡ്ജറ്റ് എങ്ങനെ പേസ്റ്റ് ചെയ്യുക എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലായി. അപ്പോൾ ഈ റിവൈസ് സമ്മറി എങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞ് എങ്ങനെയെന്ന് മനസ്സിലായി. അപ്പോൾ റിവൈസ് സമ്മറി ഇട്ട് ഈ റിവൈസ്ഡ് സമ്മറിക്കകത്ത് 5% കൂടുതൽ ഉണ്ട് എന്ന് ഉറപ്പാക്കിയതിന് ശേഷം മാത്രം നമ്മൾ അടുത്തതിലേക്ക് പോവുക. അപ്പോൾ ഈ WS ഇപ്പോൾ ബാലൻസ് ഷീറ്റ് പറഞ്ഞിട്ടുണ്ട് ഏത് വർഷത്തെയാണ് ബാലൻസ് ഷീറ്റ്, നമ്മൾ ആ റിപ്പോർട്ടിനകത്ത് പറഞ്ഞിട്ടുണ്ട് ഏത് വർഷത്തെയാണോ വേണ്ടത്. അതിൽ തന്നെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ, ട്രയൽ ബാലൻസ് ഏത് വർഷത്തെയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ഇവിടെ പേസ്റ്റ് ചെയ്യുക. ഇവിടെ പേസ്റ്റ് ചെയ്താൽ മാത്രമാണ് ഈ ഇതിനകത്ത് കണ്ടത് WS1 പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ആദ്യം ക്ലിയർ സ്ക്രീൻ കൊടുക്കുക, എന്നിട്ട് ജനറേറ്റ് WS1 എന്ന് കൊടുക്കുക. അപ്പോൾ ഈ ജനറേറ്റ് അവിടെ പേസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ജനറേറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേനും നമുക്ക് WS1 ഇവിടെ കിട്ടും. അപ്പോൾ ഇത് പേസ്റ്റ് ചെയ്യാത്തതുകൊണ്ടാണ് WS1 കിട്ടാത്തത്. എൻ്റെ കയ്യിൽ ആരുടെ ലോഗിൻ ഉണ്ടായിരുന്നെങ്കിൽ ഞാനിത് കാണിച്ചു തരാമായിരുന്നു. ഞാൻ ആരുടെയെങ്കിലും ചോദിച്ചു നോക്കട്ടെ. അപ്പോൾ ഈ ഇത് വരുന്നത് ഇവിടെ പേസ്റ്റ് ചെയ്യാത്തതുകൊണ്ടാണ് ഇത് വരുന്നത് കേട്ടോ. അപ്പോൾ ഇതുണ്ട് ഇവിടെ ഈ വർക്ക്ഷീറ്റ് 1 ബാലൻസ് ഷീറ്റ് ഫോർ ദ ബഡ്ജറ്റ് WS1 എന്ന് പറയുന്ന എമൗണ്ട് ഇവിടെ കിട്ടും ഇതിനകത്ത് പേസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ.